ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ തന്നെയുള്ളൊരു വിത്ത് കൃഷിത്തോട്ടത്തിലെ പരിപാടിയാണ്. അതായത് 2025-26 കാർഷിക പ്രദർശന വിപണന മേള എന്നൊരു പരിപാടിയാണ്. ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേര് നിറവ് എന്നാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഈ ശർക്കര ജിലേബി വാങ്ങണമെന്ന് പറഞ്ഞ് പൈസയൊക്കെ എടുത്താട്ടോ വന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പം അവിടെ ഫുൾ കാർഷിക ആവശ്യങ്ങൾക്കായിട്ടുള്ള ഓരോ ഉപകരണങ്ങളും പിന്നെ വിത്തുകൾ, തൈകൾ അങ്ങനെ കുറേയുള്ള ഒരു സ്റ്റാളായിരുന്നു. പിന്നെ അത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു വിത്ത് കൃഷിത്തോട്ടമാണ് ഈ മുണ്ടേരി ഫാം. ഇത് ഒരാഴ്ചയോളം നീണ്ടു നിന്നൊരു പരിപാടിയും കൂടിയാണ്. പിന്നെ നമ്മൾ അവിടുന്ന് അങ്ങനെ പോയി വിത്തും തൈകളൊക്കെ ഉള്ള ഒരു സെക്ഷനിൽ പോയി വേറൊരു സൈഡിലേക്കാണ് പോയത്. പിന്നെ നമ്മൾ വേറൊരു സൈഡിലേക്ക് വന്ന് ഇവിടെ ഫുഡിൻ്റെ സെക്ഷനും പിന്നെ കുട്ടികളുടെ ടോയ്സ്, ഉപ്പിലിട്ട സെക്ഷൻ അങ്ങനത്തെ ഒക്കെ ആയിരുന്നു ഇവിടെ. പിന്നെ സ്റ്റേജ് പ്രോഗ്രാമും ഉണ്ടായിരുന്നു കേട്ടോ. രാത്രി വന്നാൽ ഇവിടെ ഒന്നും കൂടി രസമാണ്. ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ളത് കാരണം നമ്മൾ പകലാണ് പോയത്. പിന്നെ ഈ ഒരു ആർച്ചിൻ്റെ സൈഡിൽ കൂടെ ആയിട്ട് ചെറിയ ചെറിയ പംകിൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു തെയ്യം രൂപം ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ മുകളിൽ ഏറുമാട് ഉണ്ടായിരുന്നു. അത് കയറാനായിരുന്നു പോയത്. പക്ഷെ അവിടുത്തെ തിരക്ക് കാരണം കയറാനും കഴിഞ്ഞില്ല, വീഡിയോ എടുക്കാനും കഴിഞ്ഞില്ല. അപ്പോൾ തിരിച്ചു പോകുന്നു. പിന്നെ തിരിച്ചിറങ്ങുമ്പോഴുള്ള ഈ മുണ്ടേരി ഒരു ഫാം വ്യൂ ആണ്. പിന്നെ തിരിച്ചു പോയപ്പോൾ ഞങ്ങൾ ഇവിടെ കടയിൽ കയറി. ആൾ ജിലേബിക്കുള്ള പൈസ ഒക്കെ ഇട്ടാണല്ലോ വന്നത്. അപ്പം ഒരു ശർക്കര ജിലേബി വാങ്ങിച്ചു. ഒക്കെ വാങ്ങിയ ജിലേബി ഫസ്റ്റ് ഞാൻ കടിച്ചതിൻ്റെ ഒരു ദേഷ്യമാണ് കാണുന്നത്. ഞാനൊരു കഷ്ണം ടേസ്റ്റ് നോക്കിയപ്പം ആൾക്ക് ദേഷ്യം വന്നു. പിന്നെ ഈ ഒരു കുക്കീസിൻ്റെ കട കണ്ടപ്പം അവിടെ കയറിയിട്ടൊരു ബൂസ്റ്റ് കുക്കീസൊക്കെ എടുത്ത് കുറേ വെറൈറ്റി ഫ്ലേവേഴ്സുള്ള കുക്കീസൊക്കെ ഉണ്ട്. അപ്പോൾ ബൂസ്റ്റിൻ്റെ ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ച് ആ കുക്കീസ് എടുത്ത് പിന്നെ ഞങ്ങളങ്ങനെ അതൊക്കെ വാങ്ങിച്ച് അവിടുന്ന് തിരിച്ച് നേരെ വീട്ടിലേക്ക് പോയി. ഇത് നമ്മൾ പിറ്റേന്ന് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഇത് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള ഒരു യാത്രയാണ്. ഇതും ഫാമിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. സൈഡിലായിട്ട് കൃഷികളും കാര്യമൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ മാത്രമല്ല, നമ്മളെ കൂടെ ഉമ്മയും വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മ ഇന്നലെ വന്നിട്ടില്ല. അപ്പം ഇന്ന് ഈ ഒരു ഏരിയ കാണാനായിട്ട് വന്നതാണ്. ഒരു സൈഡിൽ കൂടെ പുഴയും ഒരു സൈഡിൽ കൂടെ ഫോറസ്റ്റ് അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ. ഈ ഒരു ഏരിയയൊക്കെ ആദിവാസി മേഖല ആണ്. പിന്നെ ഇതാ ഞാൻ പറഞ്ഞ ആ ഒരു സ്ഥലത്ത് നല്ല രസമുണ്ടായിട്ട് ഇവിടെ കാണാൻ. നമ്മൾ ഇന്നലെ പോയാലും നല്ല രസമുള്ള സ്ഥലങ്ങൾ, കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മുള കൊണ്ടും പിന്നെ ഈ ചകിരി കൊണ്ട് കുരുവിക്കൂടൊക്കെ ഉണ്ടാക്കി നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏറുമാടത്തിൽ കയറാൻ നല്ല സുഖമുണ്ടായിരുന്നു. വലിയ സീനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇറങ്ങുമ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഇത് നല്ല ഹൈറ്റിലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ കയറിയപ്പോഴും നല്ല രസം. സൈഡിൽ പുഴയൊക്കെ ആയിട്ടും പിന്നെ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഫ്ലവേഴ്സിൻ്റെ ഇതൊക്കെ ആയിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഈ ഒരു ഹെലികോപ്റ്ററാണ്. നല്ല രസമുള്ളൊരു ഹെലികോപ്റ്റർ മുള കൊണ്ടൊക്കെ ഉണ്ടാക്കിയത്. അങ്ങനെ ഏതായാലും ഹെലികോപ്റ്ററിൽ കയറാനുള്ള ആഗ്രഹവും അങ്ങോട്ട് സാധിച്ചു. ഈ ഒരു ഏരിയയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കുട്ടികൾക്കും വലിയവർക്കൊക്കെ കയറാനും കളിക്കാനൊക്കെ പറ്റിയ പല സാധനങ്ങളുണ്ട്. പിന്നെ ഒരു ഐസ്ക്രീം വണ്ടി കണ്ടപ്പം ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ച്. ഉമ്മിക്ക് ഇത് പറഞ്ഞ് വാങ്ങിയതാണ്, പക്ഷെ തിന്നത് ഫുള്ള് മോളാണ്. പിന്നെ ഇതേപോലത്തെ കുറേ ഊഞ്ഞാലകൾ ഉണ്ടായിരുന്നു. അതിലൊക്കെ കയറി എൻജോയ് ചെയ്തു. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള വേറൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോയത്. ഇവിടെയും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്തും കുറേ കൃഷികളും ചെടികളും ഒക്കെ തന്നെയാണ്. ആദ്യമായിട്ടാണ് ഫാമിൽ വന്നിങ്ങനെ ഫുള്ള് കാണുന്നത്. ഫാമിലെ പരിപാടികളും കാര്യമൊക്കെ വരുമ്പം ഇവിടെ അങ്ങനെ ഉണ്ടാവാറില്ല, നാട്ടിലുണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു പരിപാടിക്ക് ഇങ്ങനെ വന്ന് ഫുള്ള് കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ വീണ്ടും നമ്മൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോയി. ഇവിടെ 5 മണി 6 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ ക്ലോസ് ആക്കും. ആന ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് ക്ലോസ് ആക്കും. അപ്പം അതിൻ്റെ മുന്നായിട്ട് തന്നെ നമ്മളൊന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയി കറങ്ങി. ഇവിടെയും ഒരുപാട് എന്തൊക്കെയോ സാധനങ്ങൾ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ആനക്കുള്ള ഷോക്കും കാര്യങ്ങളൊക്കെയാണ് ഫുള്ള്. മറ്റേ സൈഡിലായിട്ട് പുഴയും
അപ്പം ഇനി തിരിച്ചു പോകാനുള്ള ടൈമായി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.